ധ്യാനത്തിലൂടെ നമുക്ക് മറ്റുള്ളവരോടുള്ള ദ്വേഷവും പകയും ഒക്കെ തന്നെ മാറ്റുന്നതിനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനും അതിനു വേണ്ടിയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാധ്യമാകുന്നു. നമുക്കറിയാം, വലിയ ജ്ഞാനികൾ ശ്രീബുദ്ധൻ, ജീസസ് ക്രൈസ്റ്റ്, സ്വാമി വിവേകാനന്ദൻ ഇവരെ പോലുള്ള മഹത് വ്യക്തികൾ, ഋഷികൾ, പണ്ടുകാലത്തെ മഹർഷിമാർ ഇവരൊക്കെ ധ്യാനത്തിലൂടെ ജ്ഞാനം നേടി മനസ്സിനെ കീഴ്പ്പെടുത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ധ്യാനം സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ടൂളായി അതിനെ വിശേഷിപ്പിക്കുന്നു. സ്പിരിച്വൽ ഡയമെൻഷനിൽ ഫെയ്ത്ത്, വിശ്വാസം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അത് ഒന്ന് നമുക്ക് മറ്റുള്ളവരിലുള്ള വിശ്വാസവും നമ്മളിൽ തന്നെയുള്ള വിശ്വാസവും നമുക്ക് നാം വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഉള്ള വിശ്വാസവും നമ്മൾ പ്രവർത്തിച്ചു വരുന്ന ആ സമൂഹത്തിനോടുള്ള വിശ്വാസവും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ബിഹേവിയർ ഈസ് ദ റിസൾട്ട് ഓഫ് അവർ ഫെയ്ത്ത് ആൻഡ് ബിലീഫ് സിസ്റ്റം. നമ്മളുടെ വിശ്വാസവും ആ ബിലീഫ് സിസ്റ്റവുമാണ് നമ്മളുടെ ബിഹേവിയറിനെയും ക്യാരക്ടറിനെയും ഒക്കെ തന്നെ ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകമഹായുദ്ധ സമയത്ത് ഒരുപാട് സോൾജിയേഴ്സ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി. ആ സമയത്ത് പെയിൻ റിലീഫിന് വേണ്ടിയുള്ള മരുന്നുകൾ വളരെ കുറവായിരുന്നു. സുലഭമായി കിട്ടാത്ത ഒരവസ്ഥ നേരിട്ട സമയത്ത് ഹാർഡ്വേർഡ് മെഡിക്കൽ സ്കൂൾ, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഹെൻറി ബീച്ചർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോർഫിനും മറ്റ് വേദന കുറയ്ക്കുന്ന മരുന്നുകൾക്കും പകരമായി ഡിസ്റ്റിൽഡ് വാട്ടർ കുത്തിവെച്ച് രോഗികളിൽ വിശ്വാസം കൊടുത്തു. അവർക്ക് കൊടുത്തിരിക്കുന്ന മരുന്ന്, ഇഞ്ചക്ഷൻ മോർഫിൻ്റേതാണ്, വേദന കുറയ്ക്കുന്ന ഔഷധങ്ങളാണ് ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന വിശ്വാസം അവരിൽ അർപ്പിച്ച് ആ വിശ്വാസത്തിലൂടെ അവരുടെ വേദന കുറയ്ക്കുന്നതിന് സാധ്യമായി എന്ന ഒരു കണ്ടെത്തലിലേക്ക് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി എത്തിയ ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ മെൻ്റൽ ഡയമെൻഷൻ, അതായത് മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാം, പരിഹരിക്കാം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് എതിരായി പ്രവർത്തിക്കുവാനും ഉള്ള കഴിവുണ്ട്. ഏതൊരു സിറ്റുവേഷനിലും നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ സ്ട്രെസ്സിനെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മെൻ്റൽ ഡയമെൻഷനിൽ വിഷ്വൽ ഇമേജറി
വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് വിഷയത്തിൽ. നമ്മുടെ മനസ്സിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്കെതിരെ പ്രവർത്തിക്കുവാനും കഴിയുന്നു. ഉദാഹരണമായി ഒരു നാരങ്ങ. ഈ നാരങ്ങ നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിക്കുക. ഇത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ നീര് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഈ ആക്ഷനിലൂടെ നിങ്ങൾ എത്ര പേർക്ക് വായ പുളിച്ചു എന്ന് ശ്രദ്ധിക്കുക. ഒട്ടുമുക്കാൽ ആൾക്കാർക്കും പല്ലും വായും പുളിച്ചതായി അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ നാരങ്ങ മുറിക്കുകയോ അതിൻ്റെ നാരങ്ങ നീര് എടുത്ത് കഴിക്കുകയോ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് നമ്മുടെ മനസ്സിനെ ആ രീതിയിലേക്ക് പ്രവർത്തിപ്പിക്കുവാൻ ഈ ആക്ഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹിയർ വി വിറ്റ്നസ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് മൈൻഡ്. വി റെസ്പോണ്ട് ടു ഇമേജറി സ്റ്റിമുലൈ. ഇവിടെ നമ്മുടെ മനസ്സിൻ്റെ മഹാശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ നടക്കാത്ത സംഭവത്തിൽ ഒരു ഇമാജിനറി സ്റ്റിമുലി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിലൂടെ നമ്മൾക്ക് സലൈവേഷൻ ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേറ്റിംഗ് കാരണത്താൽ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ വളരെയധികം പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഉള്ളതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ ലെമണിനെ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നാം കണ്ടു, നാരങ്ങ ഞാൻ യഥാർത്ഥത്തിൽ മുറിച്ചിട്ട് പോലുമില്ല. അതിൻ്റെ ജ്യൂസ് ഞാൻ കഴിക്കുന്നതായി നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുകയും അതിലൂടെ നിങ്ങളുടെ മനസ്സ് കൊടുത്ത ആ സിഗ്നൽ നിങ്ങളുടെ സലൈവ ഗ്ലാൻഡ് പ്രതികരിച്ച് സലൈവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തതായി നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകാം. യഥാർത്ഥത്തിലുള്ളത് അല്ല എങ്കിൽ പോലും അത് ആണെന്ന് നമ്മൾ വിശ്വസിച്ച് മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നത്. അങ്ങനെ ചില മാനസികമായിട്ടുള്ള പ്രക്രിയ നടത്തുന്നതിലൂടെ നമുക്ക് നമ്മളുടെ സ്ട്രെസ്സിനെ ഒരുപാട് റെഡ്യൂസ് ചെയ്യുവാനും പരിഹരിക്കുവാനും സാധിക്കും എന്നുള്ളത് സംശയമില്ല. അഥവാ അതിനു പകരം നമ്മൾ കോഫിയോ ഡ്രിങ്ക്സോ ചായയോ ഒക്കെ കുടിക്കുന്നതിലൂടെ നമ്മളുടെ ആരോഗ്യം കൂടുതൽ വഷളാവുകയേ ചെയ്യുകയുള്ളൂ എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടത്.